വന്ന് അതെന്തോ ബഗ്ഗായതാ ഗൈസ്. ഇന്നത്തെ ദിവസം പോയി. ഇന്നത്തെ ദിവസം ഊമ്പി. ഇന്ന് എന്നെ തല്ലിക്കൊന്നിട്ട് എന്നെ കുഴിച്ചിടും. ഇന്നെന്നെ തല്ലിക്കൊന്ന് ആരെങ്കിലും കുഴിച്ചിടും. കക്കൂസും കഴിയിക്കുന്നു. കയറി വന്നപ്പോഴേ നിൽക്കുന്ന കണ്ട ശകുനം. ശകുനം കണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ കാണണം കണിയൊക്കെ കാണുവാണെങ്കിൽ. ഹലോ എടാ, എന്തിനാടാ ഞാൻ സ്പോൺ ആവുന്നിടത്ത് വന്ന് ഇങ്ങനെ തൊലിച്ചോണ്ട് നിൽക്കുന്നേ? എനിക്ക് ഓർമ്മയില്ലേ? ഓർമ്മയില്ല. ഓ, എന്തോ വള്ളി പിടിച്ച് വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഓ, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ല. ഇത് നിന്റെ അച്ഛൻ പരുന്തുവാസു. ഓർമ്മയില്ലടാ. ഇത് ഞാൻ മുതുക്ക് വരെ ഒന്ന് ഓർമ്മയുണ്ട് കേട്ടോ. മുതുക്ക് വരെ ഒന്ന് ഓർമ്മയുണ്ട്. ആണോ? ഹലോ. ഞാൻ ഗ്യാങ് ഹൗസിലുണ്ട്. നീ എവിടെ? ആണോ? പെട്ടെന്നോ. കണ്ണാപ്പി എന്തായിരുന്നു സീൻ? അറിഞ്ഞൂടാ. അങ്ങനെയൊരു അണ്ണ ഒരു തന്തയാവട്ടെ. അതല്ലേ, നിനക്കല്ലേടാ അച്ഛനാവണം. നീയല്ലേ അതിനൊക്കെ ആദ്യമായിട്ട് ഒരാളെ അച്ഛന്ന് വിളിക്കാനുള്ള അവസരം കിട്ടുമ്പോ നീ എന്തിനാണ് അത് പാഴാക്കുന്നത്? നീ വിളിച്ചോ? നീ വിളിച്ചോ. ആദ്യമായിട്ട് ഒരാളെ അച്ഛന്ന് വിളി. അത് ആ ഒരു ഭാഗ്യം നിനക്ക് ഉണ്ടായല്ലോ. അങ്ങനെ ഇരിക്കട്ടെ. ഗ്യാങ്സിനകത്ത് വാ. എന്തോ മോനെ? മക്കളെ ചോദിച്ചാൽ അച്ഛൻ എന്ത് തരണോ? 2 കോടി വീശി അച്ഛൻ. ഇല്ല, ഞാൻ എന്റെ പിള്ളേർക്ക് അങ്ങനെ കൊടുക്കത്തില്ല. മറ്റേ ഞാൻ അങ്ങനെ പഴപ്പിക്കത്തില്ല. വല്ല മുറുക്കാൻ മേടിക്കാനോ അതിന് മേടിക്കാനോ വല്ല 50 രൂപ 100 രൂപ തരാം. 2 കോടിയൊന്നും കൊടുത്ത് ഞാൻ പിള്ളേരെ പഴപ്പിക്കത്തില്ല. അല്ലടാ, അവൻ എന്നെ അച്ഛന്ന് വിളിക്കണം ഇന്നോട്ട്. അതായത് അവന് ജീവിതത്തിൽ ഇതുവരെ ഒരാളെയും മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കാൻ പറ്റിയിട്ടില്ല. ഓ, അങ്ങനെ ആ ഭാഗ്യം കണ്ണാപ്പിക്ക് ഉണ്ടായി. എന്തായാലും വിളിച്ചോ. കോടി ജനങ്ങളെ ഒരാൾക്ക് കിട്ടുന്ന ഭാഗ്യല്ലേ. പക്ഷെ അണ്ണന് ഇതുവരെ കിട്ടിയില്ല. എനിക്കങ്ങനെ താല്പര്യമില്ല അച്ഛാ. എനിക്ക് അങ്ങനെ ആരെയും വിളിക്കണ്ട, മനസ്സിലായോ? ഒന്നും വേണ്ട. ഇവന്റെ ഡ്രസ്സിൽ നോക്കിയ മള്ളി അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി 2 ആരോ മാർക്കിട്ട് നടുക്ക് ഇൻഡു മാർക്ക്. സ്വന്തം പാൻറ്റിടാൻ പോലുള്ള ഭാഗ്യമില്ലാത്തരുന്നേ. ബാബു, അതല്ല ഞാൻ പറയണേക്ക്. എന്താ വന്ന് കയറിയപ്പോഴേ കണി കണ്ടത് ഈ ഫുണ്ടച്ചിയാണ്. എടാ, ഇവനെ ഓർമ്മയില്ലെന്ന് പറയുന്നു. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ എവിടുന്നോ ഒരു അടി വരുന്നുണ്ട്. എടാ, അപ്പൊ അവന്മാരെ എങ്ങനെ ഞാൻ ഒരു വാർത്ത പറയാം. സന്തോഷമാണോ സങ്കടമാണോ നിങ്ങൾ തന്നെ തീരുമാനിക്കേ. ഇന്ന് ചെയ്യേണ്ട രൂപ കളിക്കാൻ ചന്ദ്രനില്ല. ഉള്ളതില്ലാത്തൊക്കെ കണക്കാണ്. സത്യം കണ്ണാപ്പി എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ചിരിക്കുക. ഇന്നലെ സഹതാപ വോട്ടിന്റെ പുറത്ത് മാത്രം ജയിച്ചൊരുത്തൻ. കളിക്കുന്ന സൂപ്പറാണ്. എളുപ്പത്തിൽ 3000 കയറാൻ. കണ്ണാപ്പി മറ്റേ മാമനും മറ്റേ ബോബോയും അമ്മമാരും 3 പേരും 21 മിനിറ്റ് 10-400 മീറ്റർ കയറി. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ തീർത്തിട്ടേ പോകത്തുള്ളൂ. ഇന്ന് എത്ര നേരം ഇരുന്നാലും തീർത്തിട്ടേ പോകത്തുള്ളൂ. നാളെ ഇവിടെ ആരും ഓഫീസിൽ പോകണ്ട. 1000 മീറ്ററിന് കയറ്റി നിർത്തായിരുന്നു. 1000 മീറ്റർ കയറ്റി നിർത്താം. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. എടാ, നിന്റെ ഡ്രസ്സിൽ കണ്ണാപ്പി അടിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? നോക്കട്ടെ. ഇത് എസ്ത്രി മാജിക് ആണ്.
എടാ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എടാ? എന്നാ എന്റെ ബാക്കിൽ പരന്ന് അടിക്കാൻ പറ്റൂടാ? എല്ലാം പറ്റും, എല്ലാം പറ്റും. എന്ത് വേണം അടിക്കാൻ അവൻ ചെയ്ത പോലെയൊക്കെ ചെയ്യണം. നിക്ക് ഞാൻ പറയട്ടെ, ഇവിടെ എങ്ങനെ 3 കോടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണോ ഉണ്ടാക്കാൻ? അതോ വെരി ഈസി, വെരി ഈസി. അപ്പൊ നിന്റെ ഒരു അഭിപ്രായത്തിൽ എത്ര കോടി കൊടുക്കണം ഗ്രൈൻഡിങ് ടാർഗറ്റ്? ഒരു 10 10 പോരാ, ഒരു 10 25 കോടി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാഴ്ച ഉള്ള സമയം, ഒരാഴ്ച ഒരു മനുഷ്യൻ എത്ര ഗ്രൈൻഡിങ് ടാർഗറ്റ് വെച്ച്? 30 കോടി. മള്ളി ഒരു 25 30 വേണം മള്ളി, എന്നാലേ ശരിയാവുള്ളൂ. ഉള്ള കാര്യം പറയല്ല. ഈ ഐഡിയ പറഞ്ഞോണ്ട് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് തന്നാൽ മതി. ഈ ഐഡിയ പറയുന്നവർക്ക് കുറച്ച് ഡിസ്കൗണ്ട്, ഒരു 10 കോടി എല്ലാം ആക്കിയാൽ മതി. ഓ ഓക്കെ എന്നാ ബാക്കിയുള്ളവർക്കെല്ലാം 25, കണ്ണാപ്പിക്ക് ബാബുവിനും നിങ്ങൾക്കും എല്ലാം ഐഡിയ കണ്ണാപ്പി മാത്രമാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല. ആണോ? എന്നാ കണ്ണാപ്പി ഒരു 40 കോടിയും ബാക്കി എല്ലാരും 30 കോടി വെച്ച്. കണ്ണാപ്പി ഒരു 40 കോടിയും ബാക്കി എല്ലാരും 30 കോടി വെച്ച് മതി. നിനക്ക് ഭയങ്കര ഓവർ സംസാരം കൂടുതലല്ല. പിന്നെ വേറെ പുറത്തെ പല കാര്യങ്ങളിൽ എനിക്ക് വൈരാഗ്യമുണ്ട് നിന്നോട്. അതോടെ നീ 40 കോടി വന്നിട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ നീ ടി വി കളിക്കണ്ട. 40 കോടി വന്നിട്ട് കളിച്ചാൽ മതി നീ. സഹതാപത്തിൽ വോട്ട് പിടിക്കണ പട്ടികളോടൊക്കെ എനിക്ക് വെറും പുച്ചോ. ചന്ദ്രന് 40 കോടിയെ, ചന്ദ്രന് 40 കോടി, ചന്ദ്രന് 40 കോടി, ചന്ദ്രന് 40, നീ 40. നീ FRP വലിക്കാ, നീ FRP വലിക്ക്, നീ പോയി വലിക്ക്. നീ വലിച്ചോ, ഗ്യാങ്ങിന്റെ വെളിയിരുന്ന് വലിച്ചോ. വർത്താനം. എടാ നീ ആദ്യം മര്യാദക്ക് സംസാരിച്ചേ, മനുഷ്യന്മാരെ സംസാരിക്കുന്ന പോലെ സംസാരിച്ചേ. മള്ളി ഈ നാടില്ലേ മള്ളി, ഇവൻ വേറെ മറ്റേ സീരിയലിന് ഡബ് ചെയ്യാൻ പോയിരിക്കണേ. ഏത് സീരിയലിന്? മള്ളി മറ്റേ അനിമയുണ്ടല്ലോ മറ്റേ കണ്ട് കാർട്ടൂൺ ഡബ് ചെയ്യണ പട്ടി. അയ്യോ കാർട്ടൂണും ആനിമ ഒന്ന് നമ്മൾ ഇവിടത്തെ ടിവിയിൽ ഇരുന്ന് കാണാറുള്ള ഒന്നാം തരം ടി വി. ഇവിടെ കാർട്ടൂൺ ഇട്ടാ ആനിമ ഇട്ടാലും ഒന്ന് തന്നെയാണ് ഇതിനകത്ത് വരാൻ പോണത്. അനിമേഷൻ വേറെ, കാർട്ടൂൺ വേറെ. അനിമേഷൻ വ്യത്യാസം ഉണ്ട് മല്ലേ? ബാബു എന്ത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ ആഴ്ച ഒരു പ്രൊമോഷൻ ഉണ്ട്, ചെയ്യാനുള്ളതാണ്. താറ്റി പറയാൻ പറ്റൂല. ഓ ലൈക്ക് പ്രൊമോഷന്റെ പേരിൽ അഭിപ്രായം മാറ്റുന്ന പക്ഷികള്. നാളെ ഭാവിച്ചിട്ട് ജംഗ്ലി റമ്മി ഇരുന്ന് ചെയ്യുന്നവരില്ലല്ലോ. എന്താടാ എറിക്കണില്ലടാ. പക്ഷേ ഇവിടെ പറയണ്ടായിരുന്നു. ആ പറ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നായിരുന്നു കുറച്ചുപേരെ. മീറ്റിംഗ് കാര്യമൊക്കെ മീറ്റിംഗ് ഒക്കെ വിളിച്ച് അതൊക്കെ ചോദിക്കണല്ലോ അല്ലേ? ഹൈറാർക്കി ക്ലാസ് ഒക്കെ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് പറഞ്ഞ ഹൈറാർക്കി പുതിയ ഹൈറാർക്കിയാ, ഇത് പുതിയ ഹൈറാർക്കി. അതിപ്പോ എല്ലാരും നോർമലായിട്ട് കൊടുക്കുന്നില്ല. പുതിയായിട്ട് മെമ്പേഴ്സ് വരുമ്പോ ജിവിയിലെ മെമ്പേഴ്സ് അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കണ്ണാപ്പി അധികം സംസാരം വേണ്ട, ഇങ്ങോട്ട് വന്നിരി. ഫ്ലഫി പറ ഫ്ലഫി. ഇവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മുടെ പറഞ്ഞ് ഇവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. ആരൊക്കെയാണ് മീറ്റിംഗ് വിളിച്ചത്? ആരൊക്കെയായിരുന്നു മീറ്റിംഗ് വിളിച്ചത്? ഇവിടുത്തെ കോലീഡർ ലീഡർ എന്നൊക്കെയാണ് പറഞ്ഞത്. ലീഡർ കഴിഞ്ഞിട്ടുള്ള ടീം, വള്ളി ടീം എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? പേരെടുത്ത് പറഞ്ഞു ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കാൻ പറ്റും പയ്യൻ. നിങ്ങൾ പേര് പറ. കണ്ണാപ്പി ബോബ്. എന്താ പറഞ്ഞ ഹൈറാർക്കിയെ പറ്റി? എന്താ പറഞ്ഞ? എന്നിട്ട് പറഞ്ഞ ആദ്യം പറഞ്ഞ ലീഡർ, ഓക്കെ ഒബ്വിയസ്ലി അതാണ്. പിന്നെ കോ ലീഡർ, പിന്നെ എന്തായിരുന്നു, പിന്നെ ഇവര് വള്ളി ടീം. അത് കഴിഞ്ഞ് ബാബു സൈഡിന്റെ പേര് പറഞ്ഞു. ബാബു സൈഡ് പറഞ്ഞു അവരല്ലേ മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞ് വള്ളി ടീം അതാണ് ഞങ്ങളുടെ ഇനിയും എന്തൊരു കണ്ണാപ്പി ഉണ്ടാകുന്ന എന്തിനായിരുന്നു സ്നേഹിപ്പേ? ബോബണ്ണൻ കണ്ണാപ്പിയാണ് അല്ലേ? കണ്ണാപ്പി അങ്ങനെയാണ് പറഞ്ഞത്. കണ്ണാപ്പിയണ്ണ ഞാൻ അണ്ണാന്നൊന്നും വിളിക്കാൻ പറഞ്ഞ ഹൈറാർക്കിയെ കുറിച്ച് പറഞ്ഞു. ഹൈറാർക്കിയെ കുറിച്ച് പറഞ്ഞു. ലീഡറും കോ ലീഡറും കഴിഞ്ഞ ആരാണ്? വിഷയമായിട്ടുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ. അത് കഴിഞ്ഞാല്
അത് കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ചു പേരുണ്ടല്ലോ മറ്റേ ഗ്യാങ്ങിൽ ആദ്യമായിട്ടൊക്കെ വന്ന കുറച്ചു പേര്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുണ്ടല്ലോ. അല്ല കണ്ണാപ്പി നിന്റെ സ്ഥാനമില്ലേ, നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാ ഇപ്പൊ ടിവിയിൽ 35 മെമ്പർ ഉണ്ടെന്ന് വിചാരിക്കോ, അതിൽ 35ാമത് നീയാണ്. ഹൈറാർക്കി ലെവലിൽ 35ാമത് നീ, 34ാമത് ബോബ്. അങ്ങനെയാണ് ഹൈറാർക്കി പോകുന്നത്. അതായത് ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് ഡൂഡ് വെച്ച് ടിവിയിൽ എടുക്കുമെന്ന് വിചാരിച്ചോ, ഡൂഡ് വെച്ചോട് വരെ നിന്നെ അണ്ണാൻ പണ്ണി എന്ന് വിളിക്കാനേ ഞാൻ പറയുള്ളൂ. അതാണ് നിനക്കുള്ള ഹൈറാർക്കി ടിവിയിലെ, മനസ്സിലായ? മേലാൽ പുതിയ റിക്രൂട്ട്മെന്റിന് എടുത്ത് വന്ന് ഇതുമാതിരി വേഷം കൊണ്ട് എടുത്താൽ അറയും ഞാൻ പിടിച്ച്. പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താ പിള്ളേരാ നിന്നേക്കാളും കളിച്ച എക്സ്പീരിയൻസ് നന്നായിട്ട് കളിക്കുന്നവന്മാരാണ് അവര്. നിന്റെ പഠിപ്പീര് വേണ്ട, മനസ്സിലായ? പിള്ളേരെന്ന് വിളിക്കുന്നത് കൊറേ നേരം. നീ എന്താ പിള്ളേരെന്നൊക്കെ വിളിക്കണ? നീ ആരാ കണ്ണാപ്പി? അല്ലടാ ഒരു പ്രായത്തിന് മൂത്തല്ലേണ്ടാ. ആര് പ്രായത്തിന് മൂത്തത്? അവരോ? അല്ല നീ പ്രായത്തിന് മൂത്തോ ഇവരെക്കാളും? ഇവരെക്കാട്ടി മൂത്ത പുതിയ റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞവന്മാർക്ക് വയസ്സ് പറയുമോ? അല്ല പ്രായം കാണിച്ച ഐ ഡി കാർഡ് കാണിക്കുന്നത് എങ്ങനെ? ഇപ്പോഴും സ്കൈയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് സിയോണിൽ ഐ ഡി കാർഡുമായിട്ട് അവൻ. ഇവനൊക്കെ ചന്ദ്രന്റെ ആൾക്കാരാണെന്ന്. ചക്കക്കോമ്പോ ഐ ഡി കാർഡ് അവന്റെ. ഈ വീടിനൊരു ട്രഡീഷൻ ഉണ്ട്. കണ്ണാപ്പി ആ ട്രഡീഷൻ പറഞ്ഞു കൊടുത്തരും. കണ്ണാപ്പി ബാബു അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓരോ മുക്കിനും മൂലയ്ക്കും ഓരോ കഥയുണ്ട്. സംഭവങ്ങൾ ട്രഡീഷൻ എന്താണ്? മലയാളം അങ്ങോട്ട് പറഞ്ഞു. ഈ ഗ്യാങ്ങിൽ മറ്റേ ആളെ തേക്കാൻ വേണ്ടിട്ട് മറ്റേ മുതുക്കിന്ന് വാരി എടുത്തോണ്ട് വന്നവന്മാരടുത്തൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ പറ്റിയത്. ഗ്യാങ് തുടങ്ങിയപ്പോ മുതലുള്ള തമിഴ്നാട്ടിൽ ബംഗാളി എന്തായാലും മറ്റേ ചവച്ചുവിട്ട് എടുത്തോണ്ട് വന്ന കണ്ണാപ്പിയല്ലേ ഇത്? ബാബു അങ്ങനെ പറയല. ശരിക്കും പറഞ്ഞ മറ്റേ ബുള്ളറ്റിന് എനിക്കൊരു വാല്യൂ ഉള്ളത് കൊണ്ട് അന്ന് ബുള്ളറ്റ് പറഞ്ഞോണ്ട് കരഞ്ഞ് കാല് പിടിച്ച് കയറിയതാണ് ഈ കണ്ണാപ്പി. നമ്മൾ പക്ഷെ അത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു പയ്യ. അങ്ങനെ മറ്റേ അങ്ങനെ മെഴുകി കയറിയവനെ നമ്മൾ അങ്ങനെ കളിയാക്കരുതടാ. ഒറ്റയ്ക്ക് മറ്റേ ബുള്ളറ്റിന്റെ കൂടെ വെട്ടി വന്നവനാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് വഴി വെട്ടിയൊന്നും അല്ല. നിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിന്നെ എനിക്ക് വേറൊരു ഗ്യാങ്ങിൽ നിന്ന് നിന്നെ കാണുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നീ എന്നെ നീ ആയിരിക്കും ആദ്യം നീ ആയിരിക്കും ഇത് ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ നിന്ന് എപ്പോഴും പറയാൻ പോണത്. അതുകൊണ്ട് അത് സഹിക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് നിന്നെ പോലൊരു തീട്ടത്തിനെ പേടിച്ച് ലൈവ് നിർത്തി പോവാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അതായത് എന്ന് വെച്ചാൽ തർക്കിച്ച് മറ്റേ ഡിപ്രഷനായി ലൈവ് നിർത്തൂലേ, അങ്ങനെ ലൈവ് നിർത്തി പോകാന്നൊരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ എടുത്ത് ഇതിനകത്തിട്ടത്. എടാ എനിക്ക് സത്യം പറഞ്ഞ ടി വിയിൽ എല്ലാരേക്കാളും നീ അണ്ണാന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. കാരണം നീ അപ്പുറത്തായിരുന്നു എന്നെ കുണ്ണേന്നായിരുന്നു വിളിക്കുന്നത്, ഉറപ്പായിരുന്നു. എനിക്ക് നിന്നെ സഹി കെട്ട്, അതായത് ഗതി കെട്ടട്ടാ നിന്നെ ഞാൻ അതിനകത്തിട്ടത്. ഞാൻ സത്യം പറയാം, ഗതി കെട്ടട്ടെ. നീ ഇങ്ങനെ അണ്ണാന്ന് വിളിക്കുമ്പോ എനിക്കങ്ങ് ഓപ്പോസിറ്റ് നിന്ന് മെഴുകണ്ടവനാ മെഴുകണ്ട അവനൊക്കെ കണ്ട എന്നെ ഇപ്പൊ അണ്ണാന്ന് വിളിച്ച് കൂടെ എനിക്ക് അന്നേരം കേൾക്കുമ്പോ തന്നെ ഒരു സിറ്റുവേഷനിൽ ഇവനെതിരെ ഉണ്ടായിട്ടുള്ള അന്യന്റെ വെറുത്ത് അപ്പൊ തന്നെ വിചാരിച്ചാണ് ഈ 9 മണി എപ്പോഴെങ്കിലും നമ്മളെ കാലിലടിക്കൊണ്ടിരുന്ന. അതല്ല കോമഡി പറയട്ടെ, ഏറ്റവും വലിയ കോമഡി പറയട്ടെ. പണ്ട് കണ്ണാപ്പി ഉണ്ടല്ലോ, കണ്ണാപ്പി അടിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു കേട്ടാ. എനിക്ക് ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയക്കണേട്ടാ, റിവെഞ്ച് കമ്മിങ് സൂൺ ഒന്ന്. എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് നിന്നെ ഇവിടെ എടുത്തിട്ട് രണ്ടു ഇട്ടിരിക്കണ. നിന്നെ അതിന് പട്ടിപ്പടി ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാ, മനസ്സിലായ? എന്റെ മനസ്സിലിങ്ങനെ തീ പോലെ കിടക്കണ, തീ പോലെ.